സിമന്റും കമ്പിയും ഉൾപ്പെടെ നിർമ്മാണ സാമഗ്രികളിൽ പോലും ഹലാൽ സർട്ടിഫിക്കറ്റ് നടപ്പിലാക്കുന്നതറിഞ്ഞ് ഞെട്ടിയെന്ന സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സുപ്രീം കോടതിയിൽ. ഹലാൽ സർട്ടിഫിക്കറ്റിന്റെ പേരിൽ ചിലർ കോടിക്കണക്കിന് രൂപ ശേഖരിക്കുന്നതായും കേന്ദ്ര സർക്കാർ കോടതി അറിയിച്ചു. ഹലാൽ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരത്തിൽ ആശയക്കുഴപ്പമുണ്ടെന്നും UP സർക്കാരും വ്യക്തമാക്കി. ഹലാൽ സാക്ഷ്യപ്പെടുത്തിയ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, സംഭരണം, വിതരണം എന്നിവ ഉത്തർപ്രദേശ് സർക്കാർ 2023 നിരോധിച്ചിരുന്നു. ഇത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കവെയാണ് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ചില പരാമർശങ്ങൾ നടത്തിയത്. ഇതുവരെ മാംസത്തിലും ഭക്ഷ്യവസ്തുക്കളിലും ഹലാൽ സർട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അത് സ്വാഭാവികമായിരുന്നു. എന്നാൽ ഇന്ന് സിമന്റിലും കമ്പിയിലും കുപ്പിവെള്ളത്തിലും ഉൾപ്പെടെ ഹലാൽ സർട്ടിഫിക്കറ്റ് നടപ്പിലാക്കുന്നതറിഞ്ഞ് താൻ ഞെട്ടിപ്പോയി. ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ എന്നെപ്പോലെ കോടതിയും ഞെട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു. ഹലാൽ സർട്ടിഫിക്കറ്റ് നൽകുന്നതിലൂടെ കോടിക്കണക്കിന് രൂപ ചിലർ പിരിച്ചെടുക്കുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. ഹലാൽ സർട്ടിഫിക്കേഷൻ കാരണം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുന്നുണ്ടെന്നും അത് ഉപഭോക്താക്കളെ സാരമായി ബാധിക്കുന്നുണ്ടെന്നും സോളിസിറ്റർ ജനറൽ കൂട്ടിച്ചേർത്തു. എന്നാൽ ഹലാൽ ജീവിതശൈലിയാണെന്നും നിയമപരമായാണ് നടപ്പിലാക്കുന്നതെന്നും ജമാഅത്ത് ഉലമ ഇ ഹിന്ദ്, ഹലാൽ ട്രസ്റ്റ് തുടങ്ങിയ ഹർജിക്കാരുടെ അഭിഭാഷകൻ വാദിച്ചു. ഹലാൽ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തിൽ ആശയക്കുഴപ്പമുണ്ടെന്നും ഹലാൽ സർട്ടിഫിക്കേഷൻ സംസ്ഥാനത്ത് സമാന്തര സംവിധാനമായി പ്രവർത്തിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും UP സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ജനം, ഡൽഹി. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, എന്താണ് മറ്റ് വിശദാംശങ്ങൾ? ഉത്തർപ്രദേശ് സർക്കാരുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കവെയാണ് ഇത്തരം പരാമർശങ്ങൾ സോളിസിറ്റർ ജനറലിന്റെ ഭാഗത്തുനിന്ന് സുപ്രീം കോടതിയിൽ ഉണ്ടായിട്ടുള്ളത്. ഇതോടുകൂടി ഹലാൽ വിഷയം രാജ്യത്ത് വീണ്ടും സജീവ ചർച്ചാ വിഷയമാവുകയാണ്. സുപ്രീം കോടതിയിൽ സോളിസിറ്റർ ജനറൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് നേരത്തെ മാംസത്തിലും ഒപ്പം ഭക്ഷണ വസ്തുക്കളിലും ഹലാൽ സർട്ടിഫിക്കേഷൻ കണ്ടിരുന്നു. അത് ചില ജീവിതശൈലിയുടെ ഭാഗമായി അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നേരത്തെ തന്നെ കണ്ടുവരുന്നതായിരുന്നു. പക്ഷേ നിലവിൽ പരിശോധിക്കുമ്പോൾ നിർമ്മാണ സാമഗ്രികൾ, കുപ്പിവെള്ളം തുടങ്ങി നിത്യോപയോഗ സ്ഥാപനങ്ങളിൽ പലതിലും ഹലാൽ സർട്ടിഫിക്കേഷൻ കണ്ട് താൻ ഞെട്ടിയിരിക്കുകയാണ്. ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ ഹലാൽ സർട്ടിഫിക്കറ്റ് എത്രത്തോളം എന്തെല്ലാം വസ്തുക്കളിൽ ഉണ്ട് എന്നുള്ളൊരു പരിശോധന കോടതി നടത്തിയാൽ കോടതി പോലും ഞെട്ടിപ്പോകും എന്നുള്ളതാണ് ജസ്റ്റിസ് BR ഗവായി അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചിന് മുൻപാകെ സോളിസിറ്റർ ജനറൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഹലാൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, സംഭരണം, വിതരണം എന്നിവ 2023 ഉത്തർപ്രദേശ് സർക്കാർ നിയമം മൂലം നിരോധിക്കുന്നത്. അതിന് അന്ന് UP സർക്കാർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഒന്ന്, ഹലാൽ ഭക്ഷണങ്ങളിൽ അതിന്റെ ഗുണനിലവാരത്തിൽ ചില ആശയക്കുഴപ്പങ്ങൾ, അത് സംബന്ധിച്ച് നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, സർക്കാർ സംവിധാനത്തിനപ്പുറത്തേക്ക് ഒരു സമാന്തര സംവിധാനമായി ഹലാൽ സർട്ടിഫിക്കേഷൻ നിലകൊള്ളുന്നു. ഇത്തരം ഉൽപ്പന്നങ്ങളുടെ വിതരണവും സംഭരണവും ഒപ്പം നിർമ്മാണവും എല്ലാം തന്നെ UP സർക്കാർ നിയമം മൂലം നിരോധിച്ചത്. ഇത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി പരിഗണിക്കവെയാണ്, അതിന്റെ വാദം നടക്കവെയാണ് സുപ്രീം കോടതിയിൽ ഇത്തരത്തിൽ സിമന്റിലും കമ്പിയിലും ഉൾപ്പെടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉപയോഗിക്കുന്ന സാമഗ്രികളിൽ പോലും ഹലാൽ സർട്ടിഫിക്കേഷൻ കണ്ട് ഞാൻ ഞെട്ടി എന്നുള്ളത് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വ്യക്തമാക്കിയത്. ഒപ്പം ഹലാൽ സർട്ടിഫിക്കേഷൻ നടത്തുന്നതിലൂടെ ചിലർ കോടിക്കണക്കിന് രൂപ ശേഖരിക്കുന്നുണ്ട് എന്ന വിവരം കൂടി കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഹലാൽ സർട്ടിഫൈ ചെയ്യുന്നത് ചില ഉൽപ്പന്നങ്ങളുടെ വിലയിൽ വലിയ വർധനമുണ്ടാക്കുന്നു, അത് ഉപഭോക്താക്കളെ കാര്യമായി ബാധിക്കുന്നുണ്ട് എന്ന വാദം കൂടിയും സോളിസിറ്റർ ജനറൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പക്ഷേ UP സർക്കാരിന്റെ നടപടി ചോദ്യം ചെയ്തുകൊണ്ട് ഹർജി സമർപ്പിച്ചിട്ടുള്ള കക്ഷികൾ, അതായത് ഒന്ന് ജമാഅത്ത് ഉലമ ഇ ഹിന്ദ്, ഒപ്പം ഹലാൽ ട്രസ്റ്റ് തുടങ്ങിയ ഹർജിക്കാർ കോടതിക്ക് മുൻപാകെ ഉന്നയിച്ചിട്ടുള്ളത് ഹലാൽ എന്നുള്ളതൊരു ജീവിത ശൈലിയാണ്, അത് രാജ്യത്ത് നിയമപരമായാണ് നടപ്പിലാക്കുന്നത് എന്ന വാദമാണ് ഇത്തരത്തിൽ ഹർജിക്കാർ ഉന്നയിച്ചിട്ടുള്ളത്. ഏതായാലും ജസ്റ്റിസ് BR ഗവായി അധ്യക്ഷനായ ബെഞ്ചിന് മുൻപിലാണ് UP സർക്കാർ ഹലാൽ ഉൽപ്പന്നങ്ങൾ നിരോധിച്ചത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയിന്മേലുള്ള വാദം നടന്നത്. ഈ കേസ് മാർച്ച് 20 ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.